അത് മുറിച്ചിട്ട് കഷ്ണം കഷ്ണാക്കുക. നീ മുറിക്കണ പോലെ ഒന്ന് മുറുക്കി. ജ്യൂസോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ? അങ്ങനെ എന്താച്ചാ നിന്റെ ഇഷ്ടം. സമയം പോവും. സമയം പോവും. ഇത് പാവണ വരയ്ക്ക് എന്തെങ്കിലും വിശക്കാരുടെ കുട്ടികളെ വാശി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. വൈ എന്ന് പറഞ്ഞ ഈ സമയം 12:30 ഇല്ലേ? ഇനെന്താ വൈകും സെറ്റൊന്നുമില്ല. നിങ്ങളിവിടെ കളിച്ചിരുന്നിട്ട് എന്ത് കളിച്ചിരുന്നിട്ടല്ല കേട്ടോ. നമ്മളില്ലേ കുറച്ച് കഴിയട്ടെ, അനിയൻ കൊടുങ്ങല്ലൂർ പോയി. അപ്പോൾ കൊടുങ്ങല്ലൂർ പോകുമ്പോൾ രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ ആക്കി കൊടുത്തു വിട്ടു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പെരുന്നാളായിട്ട് കടയില്ലെങ്കിലേ പട്ടിണി അടക്കേണ്ടി വരില്ലേ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വഴുകി. എങ്ങനെയായാലും കുഞ്ഞുണ്ണിക്ക് കൊടുക്കണ്ട കേട്ടാ. കാരണം അവന് കൊടുക്കണ്ട. അപ്പൊ നമ്മളേ ഇന്ന് നമ്മുടെ പെരുന്നാളല്ലേ, പെരുന്നാളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേലേ. നമ്മുടെ ഇവിടെ പെരുന്നാളിന് ബിരിയാണി തരാനൊന്നും ആരുമില്ല കേട്ടാ. അപ്പൊ നമ്മളില്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുക. നമ്മുടെ മക്കൾക്ക് നമുക്ക് ആരും തന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഞങ്ങക്ക് വിഷമമില്ല കേട്ടോ. എന്താ വെച്ചാല് നമ്മള് അറിയണല്ലോ അല്ലേട്ടാ. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്ത് കാട്ടണമെന്നറിയോ, ഇന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ബിരിയാണിയിൽ ഉണ്ടാക്കാറ്. ഇന്ന് എന്താണെന്നറിയോ, നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ചില്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ ചില്ലി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഉണ്ടാവോ? ചിക്കനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവില്ല. അപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. സുകന്യ അതാ ചിക്കൻ കഴുകണു. ഞാനില്ലേ ഇതൊക്കെ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കുളിക്കാൻ പോയത്. എനിക്കില്ലേ ഈ ഉള്ളിയുടെ മണം ഇഷ്ടേയില്ല. കുളി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നേരത്തില്ലേ വെളുത്തുള്ളിയൊക്കെ തട്ടുണ്ടോ തോന്നുള്ളൂ. എന്താണ് അതൊക്കെ അങ്ങനെ വെച്ച് ഞാൻ ചെറിയണ്ടേ. എന്താ ആരോ വേഷം കെട്ടുണ്ടല്ലോ. അതിന്റെ ചിരി നോക്കിയൊക്കെ ആ ചിരിക്ക് കൊടുക്കണ പൈസ. ഇതെന്തത്? ഞങ്ങൾ അമൃതം വടി തന്നെയാണ്. എന്തിനാ കുഞ്ചാത്? അച്ചു ഇല്ലേ ഏട്ടാ, അച്ചു ചിക്കൻ വറുത്തിട്ട് ബിരിയാണി വെക്കില്ലേ, അത് വെച്ചാ മതി പറഞ്ഞു. അതാവുമ്പോഴേക്കും കുറച്ച് നേരം എടുക്കില്ലേ. അതിന് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാല്ലേ വിഷുവിന് പോരെ. വെള്ളത്തിൽ പിടിച്ച് പൊക്കിക്കോ. ഇങ്ങനെ ഒരു പൊടി തീറ്റ അതല്ല രസം. അച്ചു കുളിക്കാൻ കയറാൻ പാടില്ല. കുളിക്കാൻ കയറുമ്പോഴേക്കും അവൻ അച്ചുവിന്റെ കൂടെ ഒപ്പം കുളിക്കണം. കുളിച്ചിരുന്നിട്ട് ആ തോർത്തുമുണ്ട് കുളിച്ചു കഴിഞ്ഞിട്ടില്ലേട്ടാ അച്ചു തുണി മാറ്റി കൊടുത്താലേ അവന് സമാധാനമുള്ളൂ. സുകന്യെ കണ്ടിങ്ങനെ വരും. തണ്ണിമത്തൻ എനിക്ക് ഒരു കഷ്ണം തരണ്ട കേട്ടോ. ജ്യൂസ് അടിച്ച് തന്നാൽ മതി അറിയാൻ. മോര് പൊട്ടിക്കണം. ഇതാട്ടോ നമ്മുടെ പച്ചമുളകും. ഇന്നേ അമ്മ പണിയെടുക്കണോടത്തൊക്കെ അല്ലേ നമ്മുടെ അവിടെയൊക്കെ അടിപൊളി ബിരിയാണി ആവും. സൂപ്പർ ബിരിയാണി. അവിടെ ബിരിയാണി അതിന് ഫൗസിയത്താത്ത അടിപൊളിയായിട്ട് ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കണ പോലെ അല്ലേ അമ്മ ഉണ്ടാക്കും കേട്ടോ നന്നായിട്ട്. പക്ഷെ അവരുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതെന്താണെന്നറിയോ, കൈ കഴുകിയിട്ട് അങ്ങോട്ട് പാത്രത്തിൻ്റെ മുമ്പിൽ പോയിരുന്നാൽ മതിയല്ലോ. അപ്പം അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്താ ചിരിക്കണം സുകന്യെ? നമ്മളേ 2-3 കഷ്ണം എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടില്ലേ, വറക്കാനുള്ളതിൽ നമ്മൾ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല കുറച്ചില്ലേ, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ പീസ് വേണ്ടല്ലേ ഏട്ടാ? കിച്ചുവിൻ്റെ പായസം അത്ര മതി. കുഞ്ഞിന് കൊടുക്കടേ. അതിൻ്റെ കുളത്തെടുത്തിട്ട് കിട്ടോ. എല്ലാത്തിനും കയറും. ആ പുകയെന്നാണ് മാറിക്ക്. എന്തിനാ പുകയിൽ വന്നിട്ട്
ഞാൻ പിന്നെ സഹിക്കണം. നിങ്ങൾ പിന്നെ എന്താ അടുപ്പ് മാറ്റിക്കാൻ പറ്റില്ല, അന്നെ മാറ്റിക്കാലോ അവിടുന്ന്. മാറ്. ആ ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ഔ ഒന്ന് തണ്ണിമത്തന്റെ കുരു കുഴിച്ചിട്ടൊക്കെ മുട്ടി ഉണ്ടാവുക നോക്കാലോ. കുഴിച്ചു അത് ഉണക്കി എന്നിട്ടൊക്കെ കൊണ്ടുവരില്ലേ, ഇങ്ങനെ കുഴിച്ചിടാൻ പറ്റുമോ? അപ്പൊ വള്ളി എവിടുന്ന് ഉണ്ടാവുക? വിത്തുന്നല്ലേ ഉണ്ടാവുക? തണ്ണിമത്തൻ തോടുന്നുണ്ടാവുക? കഴിഞ്ഞ പ്രാവശ്യം അതെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞുതരാം. വേഗം സാലഡ് ഉണ്ടാക്കിക്കോളിട്ടോ. ഇനി വർത്താനം പറഞ്ഞ വർത്താനം 4 മണി വരെ 4 മണി വരെ. അവസാനം കുട്ടികൾ ഇങ്ങനെ കരയാൻ തുടങ്ങും. വേഗം നോക്കിക്കോളൂ. സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തണ്ണിമത്തനെ കൊണ്ടുവന്നില്ലോ, 1.5 മണിക്കൂർ തിന്നാനുള്ളതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഏട്ടാ അപ്പൊ ഞാനതുപോലെ ഇല്ലല്ലോ, എന്റെ തീറ്റ കഴിഞ്ഞല്ലോ. വേഗം നോക്കങ്ങളേ. അമ്മോ ഉള്ളി നുറുക്ക് ഇതൊക്കെ കഴുകാളെ കൊണ്ട് കഴുകി വെക്കാൻ നോക്കും. എന്താണ് നിങ്ങൾ ഇങ്ങനെ അല്ലേട്ടാ? വർത്താനത്തിന് തിന്നു കഴിഞ്ഞാൽ വർത്താനം തന്നെ. ആട് 3 രസല്ലാന്നോ എന്താ? ഇപ്രാവശ്യത്തെ പെരുന്നാൾക്കൊരു വിശേഷം ഉണ്ട് കേട്ടോ. നമ്മുടെ അമ്മല്ല പെരുന്നാൾക്ക് വിശേഷം. ഏത് പെരുന്നാൾക്ക്? ഇന്നത്തെ ദിവസമാണോ പറഞ്ഞത്? ഇന്നത്തെ പെരുന്നാൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ വെച്ച് ബിരിയാണി ബിരിയാണിയും കൊണ്ടല്ലേ, ബിരിയാണി വെച്ചിട്ട് ബിരിയാണിയും കൊണ്ട് പോയി. ഒന്നും ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം അമ്മുട്ടി ഞാൻ കഴുകാം. വെയിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. വെയിലല്ലേ, വെയിലൊക്കെ വരട്ടെ. തൈര് നല്ല തണുപ്പുള്ള തൈരല്ലേ? തണുപ്പല്ല, നല്ല പുളിപ്പുണ്ട് അത്യാവശ്യം കേട്ടോ. നെയ്ച്ചോറാ? ആ വലുതിരിക്കട്ടാ, അവിടെ ഇരുന്നു. ഓ നെയ്ച്ചോറ്. കുഴിമന്തിയ ബിരിയാണി? ഫോണ് കളിക്കണ്ട അമ്മോ. നമ്മുടെ ചിക്കൻ എന്താ പൊന്നുച്ചാ? എന്താ പൊന്നുച്ചാ? എന്തിനാ? ചില്ലി ഉണ്ടാക്കാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മതി ലേട്ടാ? അത് മതി. അതെന്താ? അത് വെള്ളം. അപ്പൊ നമ്മുടെ വീട്ടില് 500 എന്തോ ഇന്നത്തെ കറി ഒരു വെറൈറ്റി കറിയല്ല. ഇന്നത്തെ ഒരു കറി ഒരു വെറൈറ്റി കറിയല്ല അറിയാം. മയോണൈസ് ഒന്നും വേണ്ട. എന്തിനാ മയോണൈസ്? വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കണ ഓരോന്ന്. നമ്മള് ഏട്ടത് ശ്രദ്ധിക്കാത്ത കൊണ്ടാ. ഞാന് ചില സമയത്തൊക്കെ തൈര് ഒഴിക്കാറുണ്ട്. ഏട്ടാ മയോണൈസ് ഇല്ല കുഞ്ഞാ. ഏട്ടോ ചില സമയത്തൊക്കെ തൈര് ഒഴിക്കാറുണ്ട്. ആയിക്കോട്ടെ ചിക്കനില്ലേ? ആയിക്കോട്ടെ. വേണ്ടേ? ഈ പച്ച കളറിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. പച്ച കളറിലുള്ള ചിക്കൻ കറി. എന്താ? അതല്ല, പുതിനയിലയും ഒക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ എൻ്റെ അമ്മ ഉണ്ടാക്കണതാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ എന്താ പറഞ്ഞ വെച്ചാലില്ലേ, നമുക്ക് കാണില്ല, വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷെ അതെന്താന്ന് പറയാ ഇവിടെ ഉണ്ടാക്കാത്തത്. ഇവിടെ ഉണ്ടാക്കുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഇറച്ചി വാങ്ങുമ്പോല്ലേ എല്ലാവരുടെ ഇഷ്ടത്തിനും, പിന്നെ 2 കഷ്ണമായിട്ട് ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. അപ്പൊ വീഡിയോക്ക് വേണ്ടിട്ട് നമുക്ക് ഒരു ദിവസം കാണിച്ചു തരാം അല്ലേ? ആയിക്കോട്ടെ. പറ്റില്ലേ? ആയിക്കോട്ടെ. കുറച്ചൊരു കുഴമ്പനാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്താ കിച്ചൺ തലയിൽ എണ്ണ വെച്ചിട്ട് കുളിച്ചപ്പോ?
എൻ്റെ എണ്ണ ഉണ്ടാവില്ലേ? അവന്റെ മുടി വളർന്നക്കണു കേട്ടോ. എന്നാലും അത് കുറച്ച് എണ്ണ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി വെട്ടിക്കോ. എന്തിനൊക്കെ കാത്തിരിക്കുന്നത്? ഇന്നിപ്പോ കാട്ടാളന്മാരെ ഇളക്കാൻ വേണ്ടിയിട്ടാ? ഇന്നിപ്പോ ഉണ്ടാവില്ലല്ലോ. മുടി നല്ല വളർത്തണം. ഈ ചൂടിൽ മുടി കൊണ്ട് വളർത്തിയല്ലേ മേമേനെ പോലെ ആവും. ബുള്ളറ്റോ? എന്താ സൂര്യ? എന്റെ മെക്കിട്ട് അങ്ങോട്ട് കേറിക്കോ അല്ലേ സോന്യ? നല്ല ഇലല്ലേ? എപ്പോഴും കിട്ടാറില്ല അതുപോലെ നല്ല ഇല അല്ലേ? എന്താണ് ഇതും കൊണ്ട് തേങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരച്ചല്ലേ ഇവിടെ സതിയേട്ടന് ഇഷ്ടാട്ടോ. എനിക്കിഷ്ടല്ല പുതിന. അതാ അതെന്താ പൊന്നത്? കാസറോള് ഇതെന്തിനത്? അതാ അതാ അതാ. അതിലെന്തള്ളു? പാസോ പായസോ? ഇതാ ഇതിൻ്റെ ഒപ്പം തന്നെ അല്ലേ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ ഓല വെച്ച് നന്നായില്ലേ? ഇവിടെ അത്ര ചൂടറിയില്ല. ടാർപ്പായ കെട്ടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇതും കൊണ്ട് അതിന് കുഴപ്പമില്ല. പട്ടം മടച്ചിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിലേ അല്ലേ? ഇതിൽ ഉപ്പൊന്ന് നോക്കി നോക്കട്ടെ. അപ്പോഴേ കയ്യോടെ പാത്രം കഴുകുമ്പോൾ വെള്ളമായതാണ് കേട്ടോ. എന്താ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാത്രം കഴുകാന്ന് വിചാരിച്ചു. കണ്ടോ നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. ഞാൻ കുറച്ച് ഗ്രേവി വേണം പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ച് അതിനെ ഒന്ന് കുറുകും. നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കണത്. അപ്പം അതിന് ചിക്കൻ കറി ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഏട്ടാ? അപ്പോഴാ ശരിയാവും. എന്താ പൊന്നു? എന്താ എന്താ എന്ത്? അതല്ല രസം. അനിയനെ വിളിക്കുക കുഞ്ഞച്ചാന്ന്, ചാച്ചൻ. അമ്മേനെ വിളിക്കുക മേമാന്ന്. ആ കണ്ടോ മേമ. എന്താ പെരുന്നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം തുടങ്ങിയിട്ട് എല്ലാവരും വിരുന്നോട് വിരുന്നാണ്. പോണ്ട സോന്യെ? പുറപ്പെട്. കെട്ടിയോ കൊടുങ്ങല്ലൂർക്ക് പോയി കണ്ടിട്ടെന്താ നമുക്ക് വിരുന്ന് പോണേന്? വിളിച്ചു പറഞ്ഞാൽ മതി വീട്ടിക്ക് എല്ലാവരും വരുന്നുണ്ടെന്ന്. അവിടെയും കോഴിയേക്കോട്ടെ. കല്ലടിക്കോടല്ലേ പോവാ? എന്താ സോന്യ മിണ്ടിലുണ്ട് വിരുന്ന് കൊണ്ടുവരും പറഞ്ഞു. പോവേട്ട നമുക്ക്. പിന്നെ ഈ നട്ടുച്ചക്കല്ലേ പോകും. ഞാൻ എന്തെങ്കിലും വെറുതെ പറഞ്ഞു പറഞ്ഞിട്ട് അല്ലാതെ കൊണ്ടുപോയില്ലാതെ ഞങ്ങൾക്ക് അറിയേ. പിന്നെ ഈ വെയിലത്ത് പുഴ കാണാൻ പോവാണ്. ഒരു 5 മണിയാകുമ്പോ പോവാ നമുക്ക്. വെറുതെ പോവാ. ഒന്നും വാങ്ങി തന്നെ ഞങ്ങക്ക്. ഒന്നും വാങ്ങി തരില്ല. ഒന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ? അല്ല ഒന്നും വാങ്ങി തരില്ല. ഒന്നും വാങ്ങി തരണല്ലോ. ഒന്നും വാങ്ങി തരില്ല ഞങ്ങൾക്ക്. ഏട്ടാ ഒന്നും വാങ്ങി തരണ്ട. 2 നേരത്തേക്കുള്ള നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ വറക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ഇനി വേണ്ടത് നിങ്ങൾക്ക്? ഇതിന് പുറമെ വേറെ വാങ്ങി തരണോ? നീ ഷെയ്ക്കോ? ഏട്ടാ 2 എന്താ പഴം എടുത്തിട്ട് വരും. ഞാൻ 2 ഷെയ്ക്ക് ഉണ്ടാക്കി തരാം. ഇതെന്താ ഈ നെയ്ച്ചോറൊക്കെ എന്താ ചെയ്യണ്ടെന്നിട്ട്? വെറുതെ കിട്ടിയതാണല്ലോ അത്. ഞാനില്ലേ എവിടേക്ക് പോണം വിചാരിച്ചു കുറേ ഇരിക്കുന്നു. കൊണ്ടുപോവോ? ഉറപ്പാ? ഓ വാക്ക് മാറ്റോ? നാളത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ. പരിപാടിയില്ല. നാളത്തെ വീഡിയോ അതാണ് കേട്ടോ. ഞങ്ങൾ അനിയുടെ പുറത്ത് കൊണ്ടുപോകണതാണ് നാളത്തെ വീഡിയോ അല്ലേ സുകന്യെ? നാളത്തെ വീഡിയോ നമ്മളെ എന്താ ഇവിടേക്ക് കൊണ്ടുപോകണത് അത്രേ. പുറത്തേക്ക് മീൻവല്ലത്തിന്റെ അവിടുത്തെ കനാലിന്റെ അവിടുത്തെ ഒരു പുഴയുണ്ട് കേട്ടോ. ആ പുഴയുടെ അവിടേക്ക് ഞാനില്ല. അതിലൊക്കെ വെള്ളം പറ്റിയിട്ടില്ലേ? പുല്ല് മുളച്ചിട്ടുണ്ടാവും. ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ പറമ്പ് കാണാൻ അങ്ങോട്ട് പോകണം. പറമ്പ് കാണാനല്ല, ഉള്ള നീരൊഴുക്ക് കുറച്ചും ഉണ്ടാവും. ഉണ്ട കല്ലുകളും ഉണ്ടാവും. അതിൽ കുട്ടികൾക്ക് കളിക്കുക. വെള്ളം ഉണ്ടെങ്കിൽ എന്താ ഏട്ടൻ അറിയാന്നറിയോ? ഏട്ടൻ പറയും അവിടെ നിറയെ വെള്ളമാണ്, കുട്ടികളും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല പറയും. ആ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതും പോക്ക് മുടക്കും. ഇപ്പൊ വെള്ളമില്ലാത്തപ്പോ കുട്ടികൾക്ക് അത് കൂടെ എന്താ ശരിയല്ലേ ഞാൻ പറയണത്? തെറ്റാണോ? വെള്ളമില്ലാണ്ട് പുഴ കാണാൻ പോയിട്ട് എന്താ കാര്യമുണ്ട്. ഉള്ള ഇത്തിരി വെള്ളമാണ് വെച്ചാലും കുട്ടികൾക്ക് കളിക്കാമല്ലോ. മറ്റേത് പേടിച്ചിട്ട് അവർക്ക് കളിക്കാൻ പറ്റുമോ? എന്ത് ഏട്ടിങ്ങനെ വെള്ളം ഉണ്ടാവില്ല ഏട്ടാ. ഓരോ കനാല് വെള്ളം വിട്ടിട്ട് കനാല് വെള്ളം അവിടെ
എത്ര വെള്ളം വിട്ട അവിടെ ഒന്നര പിന്നെ നിർത്തിയ പിന്നെ വെള്ളം ഉണ്ടാവാതെ ആ അപ്പം അതുപോലെ തന്നെയാണേ മേലത്തെ നീരുറവ് പോയി കഴിഞ്ഞാൽ വെള്ളം വരവ് നിന്നു എന്തിനും പ്രതീക്ഷിക്കണ്ട. മുട്ടുന്യായങ്ങൾ പറയാന് അനിയനെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവൂലോ, എല്ലാ വീട്ടിലും ഉണ്ടാവൂലേ ഇതേപോലെ ന്യായം പറയണേ അല്ലേ? സത്യം. എന്താ ചെയ്യാ? ഒക്കെ അങ്ങനെ തന്നെയല്ലേ പറയാ. എന്തിനു നൂലെടുത്തിട്ട് വരുന്നതാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കല്യാണം കഴിഞ്ഞ് അതാ അതാ എടി നൂലടി അതാ റൂമിൽ നിന്ന് വലിച്ചോണ്ടിരിക്കും ഇപ്പൊ. എടി അത് പോയി എടുത്തിട്ട് വന്നാ. എന്താണ് തല്ലൂടുന്നത്? ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും അല്ലേ? ഫസ്റ്റ് എന്താന്നറിയില്ല കേട്ടോ. ഇപ്പൊ വീഡിയോയുടെ കമന്റ് ബോക്സ് ഭയങ്കര ഓഫ് ആയിട്ട്. അത് കുട്ടികൾ ആരെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് മുമ്പിൽ വന്ന് നിൽക്കും. പിന്നെ എന്താ ചെയ്യുന്നത്? കുട്ടികളെ എങ്ങനെ മാറ്റാനാണ്? കുട്ടികളെ കാണിക്കുമ്പോഴാണ്. കണ്ടോ അപ്പൊ നമ്മുടെ സാലഡിന്റെ പരിപാടി. ഈ കുക്കുംബർ കഴുകണം കേട്ടോ. ക്യാരറ്റും അവളോട് എന്നാ മറ്റേ സാധനം അതിന് കുക്കുംബറൊക്കെ കയറ്റുന്നുണ്ടല്ലോ ഇതില്. പോരെ? മതി, അത് മതി. അച്ഛൻ എന്താ കാണിക്കുന്നത്? അരി കളിക്കല്ലേ? ആരാ ചപ്പാത്തി വെച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ? കുഞ്ഞുണ്ണി. ആ തൊലിയത്തിന് സാധനം അവിടെ വറക്കമ്മൂട്ടി അത് അവിടെ ഉണ്ടായി. അതാരാ ഇവിടെ കൊണ്ട് വെച്ചാണല്ലോ. പിന്നെ അത് അവിടേക്ക് എത്തിയോ? ഏട്ടാ അവര് പറയാ ചിക്കൻ വറക്കണില്ലേന്ന്. ചിക്കൻ വറക്കാനുള്ള തിരുമ്പി വെച്ചിട്ടുണ്ട്. ഒരു പണി കഴിഞ്ഞിട്ടല്ലേ അമ്മൂട്ടി ഒരു പണി ചെയ്യാൻ പറ്റുമോ? ഒരു മണി കഴിഞ്ഞു തന്നെ. അത് ചോറിലൊഴിക്കാനുള്ളതാ. അപ്പൊ നമ്മുടെ നോക്കട്ടെ ചിക്കൻ നീളത്തിലായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അമ്മോണ് നേരെ ഇരിക്കുക കേട്ടോ. വേഗം ഇരിക്കും. കൂട്ടാനായല്ലോ. കൂട്ടാനായല്ലോ. ഓ കറിയായി. ഇന്നത്തെ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോസ് ഇടാൻ പറ്റിയില്ല. ഞാനത് ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഏട്ടനില്ലേ ഒരു എന്താ ഫോണല്ല ഏട്ടൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ഏട്ടൻ വേഗം ഓടി. ഇതിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കമ്മിയാക്കിയിട്ട് തൈരും അതേപോലെ തന്നെ എന്താ പുതിനയുടെ ഇലയൊക്കെ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടും പിന്നെ പച്ചയ്ക്കും കുറച്ച് ഇട്ടിട്ടുണ്ട്. കണ്ട കറി കാണാൻ കുറച്ച് കുഴമ്പനായിട്ടാണ്. കണ്ട നെയ്ച്ചോറായതും കൊണ്ട് ഇനി ഇതൊന്ന് ഇരിക്കുമ്പോൾ വ്യത്യാസമാണ്. കളർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ? കണ്ടോ ഞാനത് എല്ലാം കൂടി വീഡിയോയിൽ എത്തില്ല. അപ്പോൾ അത് കാരണം ഒരുപാട് ലെങ്ത് ആവണ്ടാച്ചിട്ട് ഒന്ന് കമ്മിയാക്കി പിടിച്ചത്. പിന്നെ അവനെ കണ്ടിട്ട് കുറേ ദിവസമായി നമ്മുടെ വീട് പെയിന്റ് ചെയ്ത ആളെ. അപ്പോൾ അങ്ങനെ ആക്കിയാലും മതി. വേഗം ഇരിക്കും. കടുകടേന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുക്കുംബർ ബിരിയാണി ഉണ്ടാക്കൽ കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കുക്കുംബർ നെയ്ച്ചോറ് ഉണ്ടാക്കൽ കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് സലാഡ് ഉണ്ടാക്കൽ കഴിഞ്ഞില്ലേ? തുടങ്ങുന്നു അല്ലേ? തലേ കൂടെ പിന്നെയും വീഴുമ്പോൾ ടാർപ്പായിട്ട് ഇവിടെ നിൽക്കില്ല. ചോദ് തെങ്ങോല കൊണ്ട് ഇല്ല അറിയില്ല. അവിടെ ചൂട് ഇതിലെ ഏലക്കായ ഇല്ലല്ലോ. ബാക്കിയുള്ള കേട്ടോ കടിച്ചിട്ട് എടുക്കണം. മെല്ലെ 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 എന്താട്ടാ മെല്ലെ അറിയാ. ഫോൺ നോക്കാൻ പറ്റിയില്ലേ? സ്പൂണോ? അതൊക്കെ അവിടെ വെച്ചെന്നാ. ഫോൺ നോക്കിട്ടോ. ഊണ് കഴിഞ്ഞിട്ടുണ്ടാക്കാം സലാഡ്. ഏത്തപ്പ തിരക്ക് നിൽക്ക്. ഏലക്കായ എൻ്റെ അമ്മല്ലേ ഗ്രാമ്പൂ ഏലക്കായ മാത്രം ഇട്ടിട്ടുണ്ടാക്കും കേട്ടോ. അത് നല്ല രസമാണ്. ഇതിൽ ഏലക്കായ ഉണ്ടായിരുന്നില്ല. മറ്റ ഏലക്കായ എടുത്ത് ഇവിടെ വിഷുവിൻ്റെ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വിഷു ഉണ്ടായപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ? ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ ലേട്ടാ? ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ആരും പോയാള് കണ്ണിച്ചോരല്ല അല്ലേ? ഞങ്ങൾ ഞങ്ങളൊന്നും ഓർമ്മ വന്നില്ല. ഓർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതല്ലേ.
പക്ഷെ ഏട്ടൻ്റെ അമ്മയ്ക്കില്ലേ അത് ഞാൻ പറയാമല്ലോ, ഏട്ടൻ്റെ അമ്മയ്ക്ക് അറിയാട്ടോ എനിക്ക് ഒറ്റയ്ക്കാണ് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമാണെന്ന്. രാവിലെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തരുമോ? ഇതാട്ടോ നമ്മൾ അയ്യോ നാരങ്ങ നീര് ഒഴിച്ച് അച്ചുട്ടി ഇത് കുറച്ച് വെള്ളം കലക്കി തട്ടി ഇതൊന്നൊരു ഉപ്പും ഉപ്പും ഇതും പാടെ എടുത്തിട്ട് വന്നിച്ച് തല തിരിയോ ചൂട് കാരണം എന്താണെന്നറിയില്ല. എന്താ ഇങ്ങനെ മടി കാണിക്കണ്ട അച്ചോ. സുകന്യക്ക് ഇങ്ങനത്തെ ചുരിദാറുകൾ ഇട്ടാ മതിട്ടോ. ഇങ്ങനത്തെ ചുരിദാറാകുമ്പോൾ പാകത്തിന് തടിയായി തോന്നുന്നുണ്ട്. ഞാൻ കണ്ടോ ചക്ക പോത്ത് തീർത്ത പോലെ തീർത്തക്കണ്. ഒന്ന് ചിരിക്കാനേ കേട്ടാ. ഈ ചുരിദാറൊന്ന് കിട്ടിയ സമയത്ത് ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല. ആ ചുരിദാർ മറക്കില്ല സുകന്യ. എന്താ സുകന്യ തൊള്ളയെ വിളിർന്നു പറശ്ശിനിക്കടവോ? പറശ്ശിനിക്കടവ് നമ്മള് എന്നെങ്കിലും ഒരു കാറ് വാങ്ങണമെങ്കിൽ നമുക്ക് കാറ് പോവാം. ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ട സൂര്യ എങ്ങനെ അവർക്ക് പോകുന്നു ഒരു വണ്ടിയിലാണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ബസ്സിലൊന്നും പോയിട്ട് വരാൻ പറ്റില്ലേ. ട്രെയിനിന് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങള് എന്താ വഴിപാടാണ്, അതൊരു വഴിപാടാണ് പറയുക. കാറ് വാങ്ങണം. അപ്പൊ പറശ്ശിനിക്കടവൊക്കെ ആദ്യം പോവാന്ന്. അതെങ്ങനെയുണ്ട്? അത് നല്ലൊരു ഐഡിയ അല്ലേ? അതെന്തായാലും അത് നല്ലൊരു ഐഡിയ അല്ലേ? കാറ് വാങ്ങണ്ട അന്ന് പറശ്ശിനിക്കടവിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ, അതൊന്ന് തളയ്ക്കട്ടെ. എന്തോ ചെയ്യും, ഞാനൊന്നുമില്ല. കാറ് വാങ്ങിയ ചാടില്ലേ. വൈകുന്നേരത്തേക്ക് സലാഡൊക്കെ വേറെ വേണ്ടി കേട്ടോ. അതൊന്നും വൈകുന്നേരത്തേക്ക് എത്തില്ല. ഇവിടെ എന്നാ പതിവ്? എന്നെങ്കിലും അങ്ങനെ എത്തിയ പതിവുണ്ടോ? അതാ വന്നിക്കണു. വെള്ളം കുടിച്ചോട്ടെ സൂര്യ. രണ്ട് പൊണ്ണിച്ചാ എന്ത് മതി. ഈ വെള്ളം കുടിച്ച് എൻ്റെ വയർ നിറപ്പിക്കാൻ നിൽക്കല്ലേ. ഈ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊന്നും വേണ്ടേ? നീ കുടിച്ചു ബാക്കി നീയും കുടിക്ക്. കുഞ്ഞ ഇല വെട്ടാൻ കൂടറാ. കുഞ്ഞുണ്ണി പോണു, ഞാൻ പോവാന്ന്. അതാ പോണ അടുത്ത ആള്. ഞാൻ പോവാ. കണ്ടാ അമ്മു ഇലയിലാവുമ്പോ പാത്രം കഴുകാൻ ചൂടാറും ഒന്നും കൂടി ഒന്ന് വലിയണ്ടേ. വലിയ വെള്ളം പറ്റട്ടെ, വലിയട്ടെ. നല്ല കിഴി ബിരിയാണി കഴിച്ചു ഞങ്ങൾ ഒരു പ്രാവശ്യം. കിഴി ബിരിയാണി ഞാൻ അച്ഛനും പാടെ പാലക്കാട് പോയിട്ട് വരുമ്പോ അതെന്താ കിഴി ബിരിയാണി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചു. ബിരിയാണി ഇല്ലേ അത് കിഴി കെട്ടിയിട്ട് ആവി കയറ്റിയിട്ട് തരികയാണേ. പക്ഷെ അത് തുറക്കുമ്പോ ഈ വാഴയിലത്തൊരു മണമൊക്കെ അല്ലേ. അമ്മുനെന്തോ പൊച്ചാം മുള ബിരിയാണി. ഓടയും കൂടി കിട്ടാല്ലേ പിന്നെ ഇവിടുന്ന് മുള കിട്ടുന്നു. കട്ടപ്പാടി പോവാ. പണ്ടാണെങ്കിൽ കെട്ടിയാൻ ചവിട്ടിടാനും കൊണ്ടുവന്നാണ് മുളയെങ്കിലും ഉണ്ടായിരുന്നു. ഉണക്കമുള അല്ലാണ്ട് മുള എവിടുന്ന കിട്ടുന്നത്? മുള കിട്ടണ്ടേ? നിങ്ങൾക്ക് മുള കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. സുകന്യ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഞാനൊരു മുള എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നമുക്ക് മുള ബിരിയാണി ഉണ്ടാക്കി തരാം അല്ലേട്ടാ. അതെ, നീ പേടിക്കണ്ട. വേണ്ട നാക്കലേ മൂക്കലേന്ന് വേണ്ട, കിട്ടിയാലോ മതി. ഇനി നമുക്കേ ഇതിലും വലിയ ചെമ്പ് എന്തായാലും വാങ്ങണം കേട്ടോ. കേക്കുണ്ടോ? കേക്കുണ്ട് അല്ലേ സുകന്യ? ഇനി വിഷോമിക്ക് ഇതിലും വലിയ ചെമ്പ് വാങ്ങാൻ നോക്കണമെന്ന്. എന്താ പാത്രത്തിന്റെ ഒക്കെ ഒരു കോലം. എന്റെ കുട്ടി എന്താ പഞ്ചറായ അതില് കുറച്ച് നല്ല എണ്ണ ഒഴിച്ച് വെക്ക്. ആ ചിക്കൻ വറക്കട്ടെ. എന്താ പിന്നെന്താ ഇങ്ങനെ തലയൊക്കെ നനഞ്ഞാന്ന് കുഞ്ഞിന്റെ? എന്താ തലയെ വെള്ളം വെച്ചോ? എന്താ കുഞ്ഞെ ചൂട് പറഞ്ഞിട്ട് തലയിലൊക്കെ പോയിട്ട് വെള്ളം വെക്കുക. ഇതാട്ടോ ഇപ്പൊ ഇതില് ഇതും കൂടി ഒന്ന് വറക്കട്ടെ. എന്തായാലും എങ്ങനെ പറയാ, വേവോളം കാക്കാച്ചാ ആറോളം കാക്കണ്ടേ പറയില്ലേ, അതുപോലെ ആവോളം കാക്കാച്ചാ ആറോളം കാക്കൂടെ എന്തോന്ന് പറയില്ലേ. എന്തോ ആണ്. എടി എൻ്റെ അമ്മോ പറയട്ടടി, അവൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പറയുമ്പോ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ ലേട്ടാ. കുറ്റം പറയാണ്. ഇതൊക്കെ ഒരു കുറ്റാണ്. എന്താ സൂര്യ നീ ഇങ്ങനെ കണ്ടില്ലേ, ചോറ് പാകത്തിനായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മളില്ലേ ഇനി നമ്മള് ഉള്ളി അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കാം.
പെരുന്നാൾ സൽക്കാരം കഴിഞ്ഞിട്ട് പോണ് കുഞ്ഞ്. ഞങ്ങള് സൽക്കാരം തുടങ്ങണേ ഉള്ളൂ. ഇവിടെ വന്നിട്ടും കൂടിയില്ല. എന്ത് ചിക്കൻ അല്ലേ ഇനി വറക്കാള്ളൂ? ഇറച്ചിയുടെ കാര്യം പറഞ്ഞേ. അതിപ്പോ ആവിയേ, നമ്മള് പേടിക്കണ്ടേ. മറ്റേത് ഇപ്പൊ ഇത് മാത്രം കഴിക്കുക ചായ. ചിക്കൻ ഞാനല്ലേ 2 ചില്ലി വറക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചതാ. എന്ന് നമ്മള് ചില്ലി വറക്കലില്ലല്ലോ അല്ലേ സുനെ? ആ എണ്ണ തരുമോ പ്ലീസ് അമ്മു? ഞാനല്ലേടി അമ്മു നിന്റെ. പോ അമ്മൂട്ടി പോയി. അച്ചു ഗ്യാപ്പിൽ പോയിട്ട് ഇങ്ങനെ ഫോൺ കണ്ടിട്ട് വരുന്നുണ്ട് അല്ലേ? കുറെ നേരം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ വെച്ചിട്ടാ. എന്റെ ഫോണോ? ആര് ഫോണോ? എന്റെ ഫോണിന്റെ ചാർജ് എങ്ങനെ എന്താ ചാർജ് ലോക്ക് എങ്ങനെ അറിയണത്? അതൊന്നും അറിയില്ല. അവരെന്തായാലും ഗംഭീര കളിയാണ് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ. എന്റെ ഫോണെന്നോ? അതെങ്ങനെ? ആടാ അതൊക്കെ എങ്ങനെ? നിങ്ങളെ സമ്മതിക്കണം മക്കളെ. കഴിച്ചിട്ട് മിണ്ടാതെ അതിലൊക്കെ തുടച്ചോട്ടാ. ആ എന്താ ഞാനില്ലേ എല്ലാം ഈസ്റ്റോ നമ്മളില്ലേ അതെടുക്കാറില്ല കേട്ടോ. അപ്പൊ അത് വേവൊന്നും വേണ്ട ചില്ലി. എന്താ കുഞ്ഞ അടുപ്പ് കിടക്കണ ചില്ലിയായിട്ട് പറയാ നീ? അടുപ്പിൽ കിടക്കണ ചില്ലി എങ്ങനെ? എന്റെ ചില്ലി തിന്നണ്ട, എന്റെ ചില്ലി തിന്നണ്ട. ഇല തുടയ്ക്കാൻ കൂടി കണ്ട മേമ ഒറ്റയ്ക്ക് ഇലയൊക്കെ തുടക്കണത്. തുടക്കട്ടേന്നോ? എന്താ അച്ചു ഇങ്ങനെ പറയുന്നേ? തുടയ്ക്കാൻ കൂടെ അച്ചു. ആര്? എന്നിട്ട് അവനവിടെ എവിടേക്കാ ഓടിക്കുന്നു നീ? കുറച്ചും കൂടി തോനെടുത്തിട്ട് ഞാൻ എന്താന്നറിയോ കറിക്കാക്കിയത് നെയ്ച്ചോറിക്ക് വേണ്ട വിചാരിച്ച്. പൂവമ്മൂട്ടി എന്താ അച്ഛൻ എന്നാ വേഗം പണിയെടുക്കുക, വേഗം പണിയെടുക്കുക എന്നിട്ട് പോവാ. നമുക്കില്ലേ ഈ ചോറങ്ങോട്ട് എടുത്തേക്കട്ടെ. ഞാൻ ഇളക്ക ഇതൊന്നും ആവട്ടെ വിചാരിച്ചു. മറക്കണ എല്ലാവരും ഇല്ലേ കോലായിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയൊക്കെ എടുത്തു. പിന്നെ കറിയൊക്കെ എടുക്ക്. അതാ പാത്രത്തേക്ക് കറിയൊക്കെ ആക്കിയ വേഗം കഴിക്കാം. നോ നോ എന്നാ പറയുന്നത്. ചേട്ടൻ എന്താ വിചാരിച്ചത്? വേറെന്താണ് വിചാരിച്ചത്? നോ നോ പറയാനേ. അംഗനവാടി പോയപ്പോ ഇംഗ്ലീഷൊക്കെ പഠിച്ചാണല്ലോ. താങ്ക് യു, നോ, യെസ് എന്നൊക്കെ പറയാ. മതിയായിരിക്കും. കഴിച്ചു കഴിഞ്ഞല്ലേ മുണ്ടാതെ ഓരോരുത്തർ ഇരിക്കാനാവുന്നു പറഞ്ഞില്ലേ? കഴിച്ചു കഴിഞ്ഞാൽ മുണ്ടാതെ പിന്നെ മുണ്ടണ്ട. പിന്നെ ആരോട് മുണ്ടണ്ട അറിയും. എന്താ എത്ര നേരമായി ചൂടേ. അച്ചു അവിടൊക്കെ റെഡി ആക്കിയ? അതാ ചോറൊക്കെ റെഡി ആക്കിയ? ചോറ് ആ കയ്യും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ആക്കിട്ട സുനി. കറി കൊണ്ടുപോടാ, ഇല കൊണ്ടുപോടാ, ചോറ് കൊണ്ടുപോടാ. ഏട്ടന് വേണ്ടേ? ഇട്ടേ ചോറിൽ വിളമ്പിക്കോ, അല്ലെങ്കിൽ അതിന്റെ ചൂട് ആറില്ല. വേണ്ടേ? ഇതിന്റെ ചൂടാറുമ്പോഴേക്ക് അതിൽ കറി കിട്ടുകയും ചെയ്യില്ല. ആവോ എന്താ ഞങ്ങടെ എന്താ ഒളിച്ചിക്കണേ? അവള് വെള്ളം എടുക്കാൻ പോയിക്കാണേ.
വെള്ളല്ലേ ഇത് കൊണ്ടുവന്ന് വെച്ചിരുന്നപ്പോ? അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ കേട്ടോ. നല്ല ഫാൻ ഇടാതെ പറ്റണില്ല. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പറ സോനിയെ. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ. എല്ലാവരും പറഞ്ഞോ? പറയേ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.